നമസ്കാരം. സ്ട്രൈക്ക് ടോക്കറാണ്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ആദ്യഘട്ട നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസമായ വെള്ളിയാഴ്ചയും മഹാസഖ്യത്തിന്റെ സീറ്റ് വിഭജനം പൂർത്തിയായില്ല. കോൺഗ്രസ് 48 സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക വ്യാഴാഴ്ച പുറത്തിറക്കിയെങ്കിലും ബാക്കി സ്ഥാനാർത്ഥികളെ വെള്ളിയാഴ്ച പ്രഖ്യാപിക്കാനായില്ല. 60 സീറ്റെങ്കിലും ലഭിക്കുമെന്നാണ് കോൺഗ്രസ് പ്രതീക്ഷിച്ചത്. എന്നാൽ ഇനി 8 സീറ്റോളം മാത്രമേ ലഭിക്കൂ എന്ന നിലയിലാണ് കാര്യങ്ങൾ. വൈശാലി, ലാൽഗഞ്ച്, ബഹ്വാര, ഗൗര ബരംസ, റോസ്റ്റ, രാജാപഗർ, ബിഹാർ ഷെരീഫ് എന്നീ 7 മണ്ഡലങ്ങളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്തിയെങ്കിലും RJDയും ഇവിടെ പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യ ഇൻക്ലൂസീവ് പാർട്ടിക്ക് നൽകേണ്ടി വന്ന കോൺഗ്രസ് സീറ്റിന് പകരം പ്രതീക്ഷിച്ച ജമാൽപൂരിൽ സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ച ഹർഷവർദ്ധൻ സിംഗ് സ്വതന്ത്രനായി പത്രിക നൽകി. മുകേഷ് സഹാനിയുടെ വികാസിൽ ഇൻസാൻ പാർട്ടിയും ഇടിഞ്ഞു നിൽക്കുന്നതിനാൽ കൃത്യമായ വിഭജനം സാധ്യമാവാത്ത അവസ്ഥയിലാണ്. എന്നാൽ മഹാസഖ്യത്തിൽ കാര്യങ്ങളെല്ലാം നന്നായി നടക്കുന്നുണ്ടെന്നും പ്രശ്നങ്ങളൊന്നുമില്ലെന്നും സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് ചുമതലയിലുള്ള ഛത്തീസ്ഗഡ് മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബഘേൽ പറഞ്ഞു. തിങ്കളാഴ്ചക്കകം സീറ്റ് വിഭജനം പൂർത്തിയാവുമെന്നാണ് മഹാസഖ്യ വൃത്തങ്ങൾ നൽകുന്ന സൂചന. RJD നേതാവ് തേജസ്വിനി യാദവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കാൻ ഇതുവരെ മടിച്ചിരുന്ന കോൺഗ്രസ് സീറ്റു ചർച്ചയിലെ പ്രശ്നങ്ങൾക്കിടയിൽ ആദ്യമായി തേജസ്വിയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു. മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വിനിയാണെന്നും സീറ്റ് വിഭജനം അന്തിമഘട്ടത്തിലാണെന്നും ഉടൻ പൂർത്തിയാവുമെന്ന് കോൺഗ്രസ് MP അഖിലേഷ് പ്രതാപ് സിംഗ് പറഞ്ഞു. തേജസ്വിനിയാണ് മുഖ്യമന്ത്രിയെന്ന് താരിഖ് അൻവറും പറഞ്ഞു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലിലൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഇസ് സ്ട്രൈക്ക് ടോക്കർ സൈനിങ് ഓഫ്.